അപ്പോക്ക എന്തായി? അതടാ പോയി. ആര് കടത്തി കൊടുത്ത്? അതടാ ഇവിടെ രണ്ടാൾക്കാർ കുളിച്ചാൻ വന്നിരുന്നു. ഇവിടെ നിന്നുള്ള ആൾക്കാരല്ല, ഒരു പ്രത്യേക കോലത്തിലുള്ള ആൾക്കാര്. കയ്യിൽ ഒരു ബാണ്ടക്കെട്ടൊക്കെ ഉണ്ട്. അവര് വന്നപ്പോഴേ ഈ തള്ള പറഞ്ഞ് എനിക്ക് നീന്താൻ അറിയില്ലാന്ന്. അവര് രണ്ടാളും കൂടി കൂളായിട്ട് അക്കരമ കണ്ടിട്ടുകൊണ്ട് കൊണ്ടേ. ഞാൻ തന്നെ അല്ലടാ ഇജ്ജ് എങ്ങനെ ഇവിടെ ഇരിക്കണ കണ്ട്? ഞാനേ ഇതിലെ പോകുമ്പോഴാ കണ്ടത്. ഇപ്പൊ എന്നോട് പറഞ്ഞേ, ഇപ്പൊ എനിക്കൊരു മടിയായിട്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത്. ഏതായാലും അക്കരെ എത്തിയില്ലേ, ഒരു പെണ്ണല്ലേ, സമാധാനായി. ഇജ്ജിന്റെ കയ്യൊന്നും പിടിച്ചാ. എന്നാ നമ്മള് പോവാ. പോ. ഗുരുവേ. ഓ എന്താ ഫലമൂലാദികൾ അവിടെ വെച്ചോളൂ. ഗുരുവേ, വേഷഭൂഷാദികളൊക്കെ ഉണങ്ങി, നമുക്ക് യാത്ര തിരിക്കാൻ കാലമായി. ശിഷ്യ, സൂര്യാസ്തമയം ഇങ്ങ് അടുത്തെത്തി. നമുക്ക് തെക്ക് ദിശയിലേക്ക് യാത്രയാകാം. ശിഷ്യ, എന്താ ഗുരുവേ? എന്തു പറ്റി? ഇതുവരെ വാചാലനായിരുന്ന താങ്കൾ പെട്ടെന്ന് മൗനിയായി പോയല്ലോ. ശിഷ്യ, നിനക്കെന്താ ഇത്ര കുറ്റബോധം? ഗുരുവേ, നാളിതുവരെയും ഒരു സ്ത്രീകളെയും സ്പർശിക്കാത്ത നമ്മൾ ആ സ്ത്രീയെയും ചുമന്ന് പുയ കടത്തി കൊടുത്തത് അത്ര ശരിയായില്ല. അതാണോ കാര്യം? ഞാൻ അന്ന് തന്നെ ആ സ്ത്രീയെ ആ പുഴക്കരയിൽ ഇറക്കി വെച്ചു. 2 വാരം പിന്നിട്ടിട്ടും നീ ഇപ്പോഴും ആ സ്ത്രീയെയും ചുമന്ന് തന്നെ നടക്കുകയാണ്. മനസ്സിലായി എങ്കിൽ നമുക്ക് യാത്ര തുടരാം. എന്താ? ഇതുപോലെയാണ് നമ്മളിൽ പലരും സമയാസന്ദർഭങ്ങൾക്കനുസരിച്ച് ഇറക്കി വെക്കാത്ത ഏത് ഹൃദയഭാരങ്ങളും അമിത ശരീരഭാരം പോലെ തന്നെ അത് ഏതൊരു മനുഷ്യനെയും വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും.